അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, നോക്കൂ, ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പരാതിയും ഷാഫിയുടെ മുന്നിൽ വരാത്തത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും സംരക്ഷിച്ചത്. പാലക്കാടിനുള്ള സമ്മാനമെന്ന് മാധ്യമങ്ങളോട് അടക്കം പറഞ്ഞത് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു മുന്നറിയിപ്പെങ്കിലും ഷാഫിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇത് ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് രോഹിത് പറയുന്നത്. മാത്രമല്ല, നമ്മളിവിടെ KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ട കാര്യം ചർച്ച ചെയ്യുമ്പോൾ ടി സിദ്ദിഖിന്റെ ഭാര്യ ഇന്ന് മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സമാനമായ രീതിയിൽ. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രോളുകൾ എന്ന നിലയിൽ കാണുന്നത് KC വേണുഗോപാലിന്റെ ഭാര്യ അതൊരു മലയാളത്തിലിട്ട പോസ്റ്റ് ആയതുകൊണ്ട് അവർക്കത് പിൻവലിക്കേണ്ടി വന്നു. ടി സിദ്ദിഖിന്റെ ഭാര്യ പക്ഷേ ഒരു കവിതയായി അത് എഴുതിയത് കൊണ്ട് ഇക്കൂട്ടർക്ക് അത് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ് ലാൽകുമാർ. ഞാൻ അതുകൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അത് പ്രത്യേകിച്ച് അതിന് പ്രത്യേകതയുണ്ട്. കാര്യം വെച്ചാൽ എന്നറിയോ, ഈ കവിത ലീഗുകാർക്ക് മനസ്സിലാകത്തില്ല. കാര്യം ഇതൊരു പകുതി തെറി വിളിക്കുന്ന ലീഗുകാരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം ലീഗുകാർക്ക് നേരം വെളുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഇങ്ങനെയുള്ള വെട്ടിക്കിളി കൂട്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഇടപെടുന്നത്. ഇവിടെ വന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ ഒളിച്ചുകൊണ്ട കാര്യമില്ലല്ലോ. ഒന്ന്, ഇവിടുത്തെ റേപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് കേസുകളിൽ എന്ത് നിലപാടെടുത്തു, അത് ഞാൻ ഏതാണ്ട് അക്ഷന്തീയമായ തെറ്റ് ചെയ്ത പോലെയാണ് പറയുന്നത് കേട്ടു. ഇപ്പം ഞാൻ പോയി ഒരാളെ പീഡിപ്പിച്ചിട്ട് അവർക്ക് ഗർഭിണിയായി, അത് കഴിഞ്ഞ് ഞാൻ അവരെ പറ്റിച്ച രീതിയിലാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നിങ്ങളുടെ കൂട്ടത്തിൽ പോയപ്പെട്ട ഒരാൾ പോയി ഓടി നടന്ന് പീഡിപ്പിക്കുകയും ആ പെമ്പിള്ളാരെ പറ്റിക്കുകയും ഗർഭിണിയാക്കുകയും ഈ പറയുന്ന ബാംഗ്ലൂരിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന് നിങ്ങളുടെ തന്നെ ഡോക്ടർമാർ, KPCCയുടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഡോക്ടർമാർ തീരുമാനമെടുത്ത് അവർ മരണത്തിൻ്റെ വക്കിലേക്ക് പോയി 3 വട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന സാഹചര്യം വന്നിട്ട് തിരിച്ചു വരുന്നൊരു കഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പരാതിക്കാരിയായപ്പോൾ അവരെ ഓടിച്ചിട്ട് ഇടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി ഞാൻ ആ കമ്പാരിസൺ പറയാം. നോക്കൂ, ഓരോ വിഷയങ്ങൾക്കകത്ത് ഓരോന്നിനും മെറിറ്റുണ്ട്. ഇപ്പം എൽദോസിൻ്റെ കേസ് എടുക്കുക, വിൻസെൻറ്റിൻ്റെ കേസ് എടുക്കുക. എനിക്ക് ലെഫ്റ്റിലോട്ട് നിൽക്കുന്നതിനകത്ത് ഒരു ചായ ഉണ്ടെന്നുള്ളതല്ലേ പറഞ്ഞു, ഉറപ്പായിട്ടും ഉണ്ടാവും. എനിക്ക് കക്ഷി രാഷ്ട്രീയമുള്ള ഒരാളാണ്, ഞാൻ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എൽദോസ് അല്ലെങ്കിൽ വിൻസെൻറ്റ്, ഈ 2 കേസ് ഇത് തന്നെയാണല്ലോ, അതിന് മാറ്റമില്ലല്ലോ. ആ കേസിൽ ഇവർ രാജിവെച്ച് പുറത്തു പോകണമെന്ന് പറയുകയോ സസ്പെൻഷൻ കൊടുക്കുകയോ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇവരെ രണ്ടുപേരെയും പുറത്താക്കാനോ എന്തുകൊണ്ട് കോൺഗ്രസ് ചിന്തിച്ചില്ല? കോൺഗ്രസ് എന്താ അങ്ങനെ ചിന്തിക്കാഞ്ഞേ? അതേ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്ന് പറഞ്ഞല്ലോ. ഇവർ തന്നെയാണല്ലോ ഇതിനെ സമീകരിക്കുന്നത് അല്ലേ? ഈ സമീകരണം ശരിയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഇവരെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അതാ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. ഇതാണ് സത്യം. ഈ വിഷയവുമായിട്ട് നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തന്നെ എടുക്കുക. ഗോവിന്ദമാഷ് ആദ്യം പറഞ്ഞത് എന്താണ്? ഗോവിന്ദമാഷ് സത്യത്തിൽ MLA സ്ഥാനത്തുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ ലൈറ്റായിട്ടാണ് പറഞ്ഞത്. കാര്യം ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ചുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് സംസ്ഥാനത്തുള്ള ആൾക്കാർ മാത്രം, ഗോവിന്ദമാഷ് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ആവശ്യപ്പെടുകയാണ് രാജിവെക്കണമെന്ന്. ഉമാ തോമസും MLA ആണ് പറയുന്നത് രാജിവെക്കണമെന്ന്. ഇയാൾ ഇതിനു മുമ്പ് ഉമാ തോമസ് പറഞ്ഞിട്ടുണ്ടോ വിൻസെന്റ് രാജിവെക്കണമെന്ന്? ഉമാ തോമസ് പറഞ്ഞിട്ടുണ്ടോ എൽദോസ് രാജിവെക്കണമെന്ന്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറയുന്നൊരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ കുഴപ്പമാണോ? അതിനൊറ്റ മാർഗ്ഗമുള്ളൂ, നിങ്ങളുടെ ആൾ പീഡിപ്പിക്കാൻ പോകരുതായിരുന്നു. ഇതാണ് സത്യം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ട് കാര്യം, എന്നോട് എതിർത്തിട്ടുള്ള കാര്യമുണ്ടോ? ഇതാണ് സത്യം. ഉണ്ണിത്താൻ പറഞ്ഞ എന്താ ഈ ധാരണകളെക്കുറിച്ച് ഉണ്ണിത്താൻ പറഞ്ഞ എന്നാ? ഉണ്ണിത്താനെ സൈബർ അറ്റാക്ക് നടത്തിയപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ വാക്ക്, ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, 2 പ്രാവശ്യം MP ആളാണ്, ഞാൻ ഇവൻ്റെ ചരിത്രം വിളിച്ചു പറയും, എൻ്റെ അടുക്കെ വിളച്ചിൽ കാണിക്കരുത്. കാര്യം ഉണ്ണിത്താൻ പറയും, ഉണ്ണിത്താൻ ശക്തിയുള്ള ഒരാളാണ്. ഒറ്റ അടിക്ക് സൈബർ അറ്റാക്ക് നിന്നു. അതിൻ്റെ അർത്ഥം എന്താ സിത? എന്നെ കേൾക്കുന്ന ഒരാലോചിക്കേണ്ട കാര്യമാണ്. ഒറ്റ അടിക്ക് ഉണ്ണിത്താൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിന്, ഈ സൈബർ അറ്റാക്ക് ഉണ്ണിത്താനെതിരെ നിൽക്കണമെങ്കിൽ ഇത് കേന്ദ്രീകരിച്ച് നടന്നൊരു സാധനം എന്നല്ലേ, ഒറ്റ സെൻട്രലിൽ നിന്ന് വരുന്ന മെസ്സേജാണെന്ന് ഉറപ്പല്ലേ അത്? ആ ഡയറക്ഷൻ വേണ്ട, ഇനി അതേ പണിയായിരിക്കുന്ന നല്ലത്, വേറെ കാര്യങ്ങൾ വരാനുണ്ട്. എൻ്റെ അസീത, ഇത് ഒരു ലോഡ് കാര്യങ്ങളുണ്ട്. ഇപ്പം കോൺഗ്രസ് എന്തിനാ, ഇപ്പോഴെങ്കിലും കോൺഗ്രസ് പുറത്താക്കി എന്തിനാണെന്നറിയോ? ഇനിയും വരാനുണ്ട് വേറെ. ഇനി ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇനിയിപ്പം നാളെ തൊട്ട് പറയാമല്ലോ ഞാൻ കോൺഗ്രസ് അല്ലെന്ന്. കോൺഗ്രസ് ആയിട്ട് ഇരുന്നപ്പം, MLA ആയിട്ടിരുന്നപ്പം ആ അധികാരം ഉപയോഗിച്ച് പീഡിപ്പിച്ചതിൻ്റെ കഥയാണ് നമ്മൾ ഈ പറയുന്നത്. പിന്നെ നിങ്ങൾ ഒഴിഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നേ? നിങ്ങൾ എടുത്ത ഒരാളെ, നിങ്ങൾ എടുത്തു വെച്ച ഒരാളെ, നിങ്ങൾ ജയിപ്പിച്ച ഒരാളെ, നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരാളെ, നിങ്ങളുടെ പാർട്ടിക്കകത്ത് എല്ലാ എതിർപ്പുകളും കളഞ്ഞുകൊണ്ട് നിങ്ങൾ അടൂരിൽ നിന്ന് പാലക്കാടിലേക്ക് ഒരാളെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് ജയിപ്പിച്ച് എടുത്ത അധികാരത്തിൽ ഇരിക്കുമ്പം എക്സസൈസ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നൊരു കാര്യം നമ്മൾ പറയുന്നത്. കൊഹിഷൻ എന്നുള്ള വാക്ക് പറയുന്നത് എന്താ? പവർ അതോറിറ്റിയിൽ ഇരിക്കുന്ന. ആ റേപ്പിൻ്റെ ഡെഫിനേഷൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിനകത്ത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്.
അങ്ങനെ ചെയ്തതിനെ കുറിച്ചാണ് ഇപ്പം നിങ്ങൾക്ക് ഇതിന് കൈയൊഴിഞ്ഞാൽ നിങ്ങൾ കൈയൊഴി പുറത്താക്കിയത് നല്ല കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം മറ്റൊരു കാര്യവുമായിട്ട് ഇതിനെ കൊണ്ടുവന്ന് അങ്ങ് ഇക്വേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇപ്പുറത്തേക്കുന്ന മുകേഷിനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ പറയുന്നത് ഞങ്ങളെ അങ്ങ് വിട്. നിങ്ങളുടെ കാര്യമായിട്ട് ഇക്വേറ്റ് ചെയ്യും. എൽദോസും ആ വിൻസെൻറ്റുമായിട്ടുള്ള കേസുമായിട്ട് നിങ്ങൾ ഇക്വേറ്റ് ചെയ്ത് ഒന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം നിങ്ങളുടെ പൊസിഷൻ ഇൻകൺസിസ്റ്റൻ്റാണ്.